ഹലോ, ഗുഡ് മോർണിംഗ്. സുഖമല്ല എല്ലാവർക്കും? എനിക്ക് കുറച്ച് കമൻസ് ഒക്കെ വരുന്നുണ്ട് ഇടയ്ക്ക്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ ജോലി കിട്ടുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും കിട്ടും കേട്ടോ. ചില പ്രത്യേക ഡിഗ്രി ഉള്ളവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്തിട്ട് ഇവിടെ രജിസ്ട്രേഷൻ എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഉദാഹരണമായിട്ട് അവർ ഫാർമസിസ്റ്റ്. ആ ഫാർമസിസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അസസ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റി വഴി അത് അസസ് ചെയ്ത് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷന് വേണ്ടി ഉള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫാർമസി കൗൺസിലിന് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ ജോലി കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. എല്ലാ ഫാർമസിസ്റ്റും അതിനുവേണ്ടി ശ്രമിക്കുക. ഇനി ടീച്ചേഴ്സാണ് കേട്ടോ. ടീച്ചേഴ്സിന് വളരെ ഡിമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഫാർമസിസ്റ്റും ടീച്ചേഴ്സിനും ഇതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്യുന്നതിനുള്ള കൗൺസിലുണ്ട്. ആ കൗൺസിലിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്യുക. 2 ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിവിടെ അതിവിടെ കൊടുത്തിരുന്നു. ആരും അത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. തമ്പനയിൽ ഞാനത് പറഞ്ഞിരുന്നില്ല, എങ്കിലും അതിൻ്റെ താഴെ ലിങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ലിങ്ക് വീണ്ടും ഞാൻ ഈ വീഡിയോയിലൂടെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്യാനായിട്ട് നോക്കുക. ഇവിടെ ഓരോന്നിനും ഓരോ അതോറിറ്റിയാണ്. ടീച്ചേഴ്സിൻ്റെ വേറെ അതോറിറ്റിയാണ്, ഫാർമസിസ്റ്റിൻ്റെ വേറെ അതോറിറ്റിയാണ്. അപ്പോൾ അവിടെ നമുക്കിവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ ഈ അതോറിറ്റിയിൽ പോയിട്ട് അസസ് ചെയ്യുക. എന്നിട്ട് രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ കാനഡയിലോ എവിടെയെങ്കിലും ഒക്കെ ടീച്ചേഴ്സിൻ്റെ ജോബിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള, ഉദാഹരണമായിട്ട് ഗൾഫിൽ അതുപോലെ നാട്ടിൽ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ടീച്ചേഴ്സൊക്കെ ഒരുപാടുണ്ട്. ഞാനും ഒരു ടീച്ചറായിരുന്നു കേട്ടോ. എനിക്ക് ഏകദേശം 20 ഇയേഴ്സൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി ഒരു പ്രത്യേക കോഴ്സ് ഉണ്ട്, ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ, ECE എന്നാണ് അതിനെ പറയുന്നത്. മിക്കവാറും എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഈ ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. ഇത് ഡിഗ്രി അല്ല, ഡിപ്ലോമയാണ്. അതുപോലെ തന്നെ 3 ഇയർ ഡിഗ്രിയും ഉണ്ട്. അതെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലെ ടീച്ചേഴ്സൊക്കെ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ +2 കഴിഞ്ഞവർ ഈ കോഴ്സ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. എൻ്റെ മോളുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ BEd കഴിഞ്ഞതാണ്. അതിവിടെ വന്നിട്ട് IECE എന്നുള്ള കോഴ്സ് ചെയ്ത് ലാസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ജോലി കിട്ടും. അത് ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള ജോബാണ്. അപ്പോൾ ആ ജോബിൽ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതുകൂടി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫുൾ സാലറിയിൽ ജോബിലേക്ക് കയറാനായിട്ട് സാധിക്കും. അല്ലെങ്കിലും ഫുൾ സാലറി തന്നെയാണ് കേട്ടോ. ഇവിടെ 1 മണിക്കൂറിന് നിശ്ചിത ഡോളേഴ്സ് നിങ്ങൾക്കിവിടെ കിട്ടും. ഇപ്പോൾ അത് 18 ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഈ വർഷം അത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ശമ്പളമുണ്ട്. ഒരു മാസം നിങ്ങൾക്ക് ഏകദേശം 3 ലക്ഷം രൂപയോളമാണ് ശമ്പളമായിട്ട് കിട്ടുന്നത്. പക്ഷേ അതിനോട് ചെലവുമുണ്ട്. നിങ്ങളുടെ സാലറിയുടെ 30% പിടിച്ചിട്ടായിരിക്കും ബാക്കിയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ടാക്സ് ആണ് അത്. അപ്പോൾ ഇവിടെ എല്ലാ ജോലിക്കാർക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പിന്നെ ഒരു കാര്യം, ഇങ്ങോട്ടൊക്കെ വരുന്നവർ ഇവിടെ പണം ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് അയക്കാമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങളുടെ ജീവിതം ഹാപ്പി ആയിട്ട് വളരെ പ്രോസ്പറസ് ആയിട്ട് നല്ലൊരു കൾച്ചറിൽ പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾക്ക് സമ്പാദിക്കാനൊന്നും അധികം സാധിച്ചെന്ന് വരില്ല, എങ്കിലും സമ്പാദിക്കുന്നവരും ഉണ്ട്. കൂടുതൽ പണം സമ്പാദിച്ച് നാട്ടിലെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ അവിടുത്തെ പണത്തിൻ്റെ അളവ് കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഇങ്ങോട്ടാരും വരണ്ട. ഇവിടെ സെറ്റിൽ ചെയ്ത് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ ജീവിച്ച് ഇവിടുത്തെ എല്ലാ ബെനിഫിറ്റ്സും അനുഭവിക്കാം, വളരെ ഹാപ്പി ആയിട്ടിരിക്കാം എന്ന് ചിന്തയുണ്ടെങ്കിൽ മാത്രം ഇത്തരം ജോലികളൊക്കെ ആഗ്രഹിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സും എല്ലാ ഫാർമസിസ്റ്റും അതുപോലെ തന്നെ എല്ലാ ജോലികൾക്കും ഉണ്ട് ഇതുപോലെ തന്നെ ഓരോ കൗൺസിലുണ്ട്. ആ അതോറിറ്റിയിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ജോലിയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ. രജിസ്ട്രേഷൻ ഉണ്ടെങ്കിലോ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. എല്ലാവരും ആ അതോറിറ്റിയിൽ പോയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതോറിറ്റിയിൽ ചെന്നിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതാർക്കും, കുറേ പേർക്കൊക്കെ ഇത് അറിയാത്തവരും ഉണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പോയി നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്തേ പെട്ടെന്ന് തന്നെ. എന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. എങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത് നിർത്തിക്കളയേണ്ട. നിങ്ങളിപ്പോഴും ജോലിക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതിലൂടെ തന്നെ ജോലി കിട്ടും. അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സ് പൂർത്തിയാകുമ്പോൾ തീർച്ചയായിട്ടും ജോലി കിട്ടും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സീ യു, ബൈ.